ഞാൻ പല്ലിൽ കമ്പി ഇടുന്ന സമയത്ത് എൻ്റെ വീട്ടിലെല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു, ജയിലിൽ കയറ്റാൻ പോവാ പല്ലിനെന്ന്. കാരണം ആ സമയത്ത് നമ്മൾ ആ സ്റ്റീലിൻ്റെ ആ ഒരു ക്ലിപ്പ് ഇടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ കാലം ഒരുപാട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അതിനെല്ലാം മാറ്റിയിട്ട് കുറേ കഴിഞ്ഞിട്ട് വൈറ്റ് കളറിലുള്ളത് മാറി ഇപ്പോൾ ക്ലിയർ അലൈനേഴ്സിലേക്ക് വന്നിരിക്കുന്ന ഒരു കാലമാണ്. ഡോക്ടർ മെസ്ബിൻ നിഹാൽ ആണ് എൻ്റെ കൂടെ ഇന്നുള്ളത്. ഡോക്ടർ വെൽക്കം. ഡോക്ടർ, പണ്ട് നമ്മൾ ഈ പല്ലിന് ക്ലിപ്പ് ഇടാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം കമ്പി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചിരിച്ച് കഴിയുമ്പോൾ ജയിലിൽ കിടക്കുന്ന ആൾക്കാരെ പോലുള്ളൊരു ചിരിയായിരുന്നല്ലോ. അതിൽ നിന്ന് മാറി ഇപ്പോൾ നമ്മൾ ക്ലിയർ അലൈനേഴ്സിലോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ വൈ ക്ലിയർ അലൈനേഴ്സ്? എന്തിനാണ് നമ്മളത് ഇടേണ്ടത്? കുറേ കാലം മാറി, ഇനി എപ്പോഴും ഡോക്ടറെ കാണണം, കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യണം. ടൈമിങ്, ആൾക്കാരുടെ പ്രശ്നങ്ങൾ, ലൈഫ് സ്റ്റൈൽ, അതൊക്കെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അപ്രോച്ച് നമുക്ക് മുമ്പോട്ടേക്ക് വന്നത്. ഇത് ആക്ച്വലി 1993 ആ ടൈമിൽ തന്നെ ഇത് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ എടുത്താണ് ഇപ്പോൾ എല്ലാവരും ഈ അലൈനേഴ്സിനെ പറ്റിയിട്ട് എല്ലാവരും കണ്ടു തുടങ്ങുന്നതൊക്കെ തന്നെ. മെയിൻ തിങ് ലൈഫ് സ്റ്റൈൽ, നമുക്ക് കഴിക്കേണ്ട ഫുഡ് ഹാബിറ്റ്സ്. നമ്മൾ ബ്രേസസ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും ഫുഡ് കഴിക്കുന്നതിലും കാര്യങ്ങളൊക്കെ. അലൈനേഴ്സ് ആകുമ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ്. എസ്തെറ്റിക് അപ്രോച്ച് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത് തന്നെ. കാണുമ്പോൾ തന്നെ ഈ വായിൽ കംപ്ലീറ്റ് ക്ലിപ്പ് ഇട്ടിട്ടൊക്കെ നടക്കാനൊന്നും ആർക്കും ഇപ്പം അതിൽ താല്പര്യമില്ല. ഈ സയൻസും ടെക്നോളജിയും അത്ര വളർന്നു വരുന്ന ടൈം തന്നെ നമ്മളതിൽ മാറ്റങ്ങൾ നിർബന്ധമായിട്ട് കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അലൈനേഴ്സ് ഇപ്പോൾ എല്ലാവരും ചൂസ് ചെയ്യുന്നത്. ഒരുപാട് ഡെൻറ്റിസ്റ്റുമാരുണ്ട്, ഒരുപാട് ഡെൻറ്റൽ ഹോസ്പിറ്റൽസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ അമൻഡ് ഡെൻറ്റൽ സെൻറ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കേട്ടേക്കുന്നത്, സാധാരണ അലൈനേഴ്സ് ഭയങ്കര എക്സ്പെൻസീവാണ്, പക്ഷെ നിങ്ങളുടെ അടുത്ത അലൈനേഴ്സിന് പൈസ കുറവാണെന്ന്. അതെങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിൽ അലൈനേഴ്സിനെ പൈസ കുറച്ച് കൊടുക്കാൻ പറ്റുന്നത്? ഇത് സംഭവം ഭയങ്കര സിമ്പിളാണ്. ഞാൻ എൻ്റെ കോളേജ് ടൈം അതിൽ തന്നെ എൻ്റെ ഏറ്റവും ഭയങ്കര ഫേവറേറ്റ് തിങ് ആയിരുന്നു അലൈനേഴ്സ്. എൻ്റെ മൈൻഡിൽ അതായിരുന്നു, എൻ്റെ വിഷൻ കംപ്ലീറ്റ് അതായിരുന്നു. അലൈനേഴ്സിൽ മാത്രം ഫോക്കസ് ചെയ്യുക, ആൾക്കാർക്ക് ഏത് രീതിയിൽ അത് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുക. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഷീറ്റ്സ് അതൊക്കെ നമ്മൾ ജർമ്മനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഓരോ പേഷ്യൻസിന് വേണ്ടിയിട്ട് ഇവിടെ തന്നെ ചെയ്ത് കൊടുക്കുക. നമ്മൾ ക്ലിനിക്കിൽ തന്നെയാണ് കംപ്ലീറ്റ് സെറ്റപ്പ് ചെയ്യുന്നത്. നമുക്ക് വേറൊരു ലാബിൻ്റെ സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. എല്ലാം എൻ്റെ ക്ലിനിക്കിൻ്റെ അകത്ത് തന്നെയാണ് കംപ്ലീറ്റ് അതിൻ്റെ സെറ്റപ്പ്. ലൈക്ക് പ്രിൻറ്റിങ്, ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ്, പിന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ, എല്ലാ സംഭവം അവിടെ തന്നെ നമ്മൾ ചെയ്യും. കുറച്ചും കൂടിയും ആൾക്കാർക്ക് അഫോർഡബിൾ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഡയറക്റ്റ് ഞാൻ വേറെ ലാബിൽ നിന്നൊരു സപ്പോർട്ട് എടുക്കാത്തത് കൊണ്ട് തന്നെ കുറച്ചും കൂടി ഈസി ആയിരിക്കും ആൾക്കാർക്ക്. അലൈനേഴ്സ് സാധാരണ നമ്മൾ ഈ പല്ലിൽ കമ്പി, അതിൽ വൈറ്റ് കളറിലുള്ള ഇത് ക്ലിയർ, ഇതൊക്കെ ആയിട്ട് അലൈനേഴ്സിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഓഫ് കോഴ്സ് അതിന് നല്ല വ്യത്യാസം ഉണ്ടല്ലോ. അലൈനേഴ്സ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ട്രേ ആണ്. കംപ്ലീറ്റ്ലി ഫിറ്റ്സ് ഇൻ ടു ദ ടീത്ത്. ഇത് ക്ലിപ്പ് എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പറഞ്ഞ ഈ ക്ലിയർ ക്ലിപ്സൊക്കെ വരുന്നുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ മേലെ സ്റ്റീൽ വയർ കാര്യങ്ങളൊക്കെ അപ്രോച്ച് ചെയ്തിട്ട് മാത്രമേ പിടിച്ച് വലിക്കേണ്ട അവസ്ഥയിലാണ് കൊണ്ടുവന്നത്. അതെ അതെ അതെ. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിഫറെൻ്റ് ആണ്. ഇത് നമ്മൾ ക്ലിപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടൂത്തിലും അറ്റ് എ ടൈം മൂവ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. അലൈനേഴ്സിൽ കംപ്ലീറ്റ് ടൂത്തിന് അറ്റ് എ ടൈം പെർഫെക്റ്റ് മൂവ്മെൻറ്റ്സ് നമുക്ക് അപ്രോച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതാണ് ബ്രേസസും അലൈനേഴ്സും തമ്മിൽ മെയിൻ തിങ്. ഓഹോ, അതായത് ക്ലിപ്പ് ഇടുന്ന സമയത്ത് ശരിയാ, ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ ഒരു കളറിലുള്ള റബ്ബർ ബാൻഡ് ആദ്യം ഇടും, പിന്നെ അടുത്ത റബ്ബർ ബാൻഡ് ഇടും, അപ്പം ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷേ അലൈനേഴ്സിൽ എല്ലാ ടൂത്തിനും അറ്റ് എ ടൈം തന്നെ നമുക്ക് മൂവ്മെൻറ്റ്സ് അതിൽ കൊടുക്കാൻ പറ്റും. ഡോക്ടർ, അത് പറഞ്ഞ സ്ഥിതിക്ക് ഇനി എൻ്റെ പ്രധാനപ്പെട്ട സംശയങ്ങൾ ചോദിക്കട്ടെ. ഇപ്പോൾ അലൈനേഴ്സ് ഇടുന്ന ആളുകൾ പറയുന്നു, ഇപ്പം അറ്റ് എ ടൈം മൂവ്മെൻറ്റ് കൊടുക്കാൻ പറ്റുമെന്ന് പറയുമല്ലോ. അപ്പോൾ ഇത് ഇട്ട് കുറച്ച് കഴിയുന്ന ഉടനെ ഭയങ്കര അസ്വസ്ഥതയാണ്, അതായത് പല്ലെല്ലാം ഇളകിപ്പോകുന്ന പോലത്തെ ഒരു ഫീലിംഗ് വരുമെന്ന്. ശരിക്കും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ചെറുതായിട്ടൊരു പെയിൻ, ഒരു ഡിസ്കംഫർട്ടൊക്കെ ഇനീഷ്യൽ 3 to 4 days എക്സ്പെക്റ്റ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല്ലിലേക്ക് പെട്ടെന്ന് ഒരു സാധനം വെക്കുകയാണ്. ഒരു അലൈനേഴ്സ് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ പേഷ്യൻറ്റിന് കുറച്ച് ഒരു സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ ചെറുതായിട്ടുള്ള പെയിന് അതൊക്കെ എക്സ്പെക്റ്റ് ചെയ്യണം ഇനീഷ്യൽ 3 to 4 days. 5th day തുടങ്ങിയിട്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഭയങ്കര കംഫർട്ടബിളായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാധാരണ ക്ലിപ്പ് ബ്രേസസ് അല്ലാതെ അലൈനേഴ്സ് ഇടുമ്പോൾ സമയം എങ്ങനെയാണ് ഇതിൻ്റെ? അതായത് ഇപ്പോൾ ഞാൻ ഇട്ട സമയത്ത് എനിക്ക് ഒരു 1 yearന് 1.5 yearന് അടുത്ത് എല്ലാം കൂടെ ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് വരുമ്പോൾ അത്ര എടുത്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് തമ്മിൽ സമയത്തിന് എത്രത്തോളം വ്യത്യാസം വരും? ബ്രേസസിൽ നമുക്ക് ഏകദേശം ഒരു 15 months ഒക്കെ എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് മേ ബി ഒരു 7 to 8 months നമുക്ക് അലൈനേഴ്സിൽ തീർക്കാൻ പറ്റും. യെസ്, സമയം 1/3 ആയിട്ട് വരെ കുറയ്ക്കാനായിട്ട് ഓൾമോസ്റ്റ് ഹാഫ് ആയിട്ടാണ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ബ്രേസസ് ഇടുന്ന ഒരാൾ എല്ലാ മാസവും അപ്പോയിൻമെൻ്റ് എടുത്ത് ഡോക്ടറെ കാണാനായിട്ട് വരണം. അലൈനേഴ്സ് ഇടുന്ന ഒരാൾ എത്ര തവണ ഒരു ഡെൻറ്റിസ്റ്റിനെ കാണാൻ വരണം? അലൈനേഴ്സ് ഇടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുക, പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്കാനിങ് ചെയ്ത് പേഷ്യൻ്റ് അപ്പം തന്നെ അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ സ്പോട്ടിൽ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. എത്ര ട്രേസ് വരും, എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ്, ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ഉണ്ടാവുന്നവരെ ആ സെയിം അപ്പോയിൻമെൻറ്റിൽ തന്നെ കൊടുക്കും. അതിനുശേഷം നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റിലേക്ക് വരുമ്പം പേഷ്യൻ്റ് കംപ്ലീറ്റ് അലൈനർ ട്രേസ് കൊടുക്കും.
പിന്നെ പേഷ്യൻ്റ് വരുന്നത് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ്. കംപ്ലീറ്റ് ട്രേസ് കഴിഞ്ഞിട്ട് പേഷ്യൻ്റെ പല്ലൊക്കെ ലെവലായതിനു ശേഷം മാത്രം പേഷ്യൻ്റ് വന്നാൽ മതി നമ്മുടെ അടുത്ത്. അതായത് വരുന്നു, എല്ലാം തരുന്നു, ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു, യെസ്, കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞാൻ ഡോക്ടറെ വന്ന് കാണിക്കുന്നു, ഡോക്ടർ ഇത്രയായി എന്നുള്ളത്. അങ്ങനെ അത്രേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ തന്നെ നമ്മളിപ്പം ഒരു പുതിയൊരു സംഭവം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എമൻറ്റിൻ്റെ ആപ്പാണ്. അതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ഡയറക്റ്റായിട്ട് നമുക്ക് അവർക്ക് എന്തെങ്കിലും അതിൻ്റെ ഇടയിൽ കൺസേൺസോ കാര്യങ്ങളുണ്ടെങ്കിൽ പേഷ്യൻസിന് ഡയറക്റ്റ് ആ ആപ്പിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഡോക്ടേഴ്സ് അപ്പം തന്നെ സ്പോട്ടിൽ കോൾ പോകും. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ ത്രൂ എല്ലാം ചെയ്യും. ഓ, അപ്പം അതായത് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യമായിട്ട് ഈ അലൈനേഴ്സ് ഡയറക്റ്റ് ഡോക്ടേഴ്സായിട്ട് ഇൻട്രാക്ഷൻ സ്പോട്ടിലെല്ലാം ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഈ അലൈനേഴ്സ് ഇടുമ്പോൾ പൊതുവേ പറയാറുള്ള ചില പരാതികൾ അല്ലെങ്കിൽ ആളുകളുടെ മിസ്കൺസെപ്ഷൻസ് അങ്ങനെയാണോ എന്ന് ഡോക്ടർ എന്നോട് പറയണം. അതിൽ ഏറ്റവും ആദ്യം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ക്ലിപ്പ് ബ്രേസസ് ഇടുകയാണെങ്കിൽ നമ്മളവിടെ വെച്ചല്ലോ, അവനെ പിന്നെ നമുക്ക് അനക്കാൻ പറ്റത്തില്ലല്ലോ, പണി അവിടെ നടന്നോളും. പക്ഷേ അലൈനേഴ്സ് ആകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തെടുക്കുന്നു, അതിനുശേഷം ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തുകൊണ്ടിരിക്കില്ലോ, നമുക്ക് ചിരിക്കാൻ വേണ്ടി നമ്മുടെ ഫോട്ടോയ്ക്ക് വേണ്ടി നമ്മൾ ഓരോന്നിനകത്ത് പുറത്തെടുക്കുന്നു. പക്ഷെ അങ്ങനെ പുറത്തെടുക്കുന്നത് ആക്ച്വലി പല്ലിന് ബലം കുറയ്ക്കും, അത് കൊള്ളില്ല, അലൈനേഴ്സ് പെട്ടെന്ന് ചീത്തയാവും അങ്ങനെയൊക്കെ പറയുന്നതിൽ കാര്യമുണ്ട്? ഇല്ല, ഒരിക്കലും ഇല്ല, അങ്ങനത്തെ ഒരു കാര്യമില്ല. ഒരാൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് പുറത്തെടുക്കുന്നത്. ഈ ബ്രേസസ് ഇട്ടുകൊണ്ട് ആൾക്കാർക്ക് എന്തൊക്കെ ടൈപ്പ് ഫുഡ് കഴിക്കാൻ പറ്റും? നിങ്ങൾ തന്നെ ബ്രേസസ് ഇട്ടാണ്, നിങ്ങൾക്ക് അറിയാം ഏതൊക്കെ ടൈപ്പ് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റും. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? അതിനെക്കാട്ടി വളരെ ഈസി അല്ലേ, ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടുന്ന ഫുഡ് കഴിക്കാം, ദാറ്റ്സ് ഇറ്റ്. ഓ, അപ്പോൾ ഈ ബലവുമായിട്ട് ബന്ധമില്ല, അങ്ങനെ ഒരു അങ്ങനത്തെ പ്രശ്നങ്ങളേ ഇല്ല. നമ്മൾ ഈ അലൈനർ ട്രീറ്റ്മെൻറ്റ് ഓർ ബ്രേസസ് ട്രീറ്റ്മെൻറ്റ് ഏത് നമ്മൾ ചെയ്യുന്നതാണെങ്കിലും ഫസ്റ്റ് നമ്മൾ ഒരു എക്സ്റേ എടുക്കും. അതിൽ പേഷ്യൻ്റെ പല്ലിൻ്റെ കണ്ടീഷൻ ലൈക്ക് പെരിയോ കണ്ടീഷൻസ്, ബോൺ ഹെൽത്ത് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അസസ് ചെയ്യുള്ളൂ. വേറെ ഏജ് ഇതിനൊരു ഫാക്ടറല്ല, വേറെ ഒന്നും ഇതിന് ഫാക്ടറല്ല. അതിൻ്റെ ബോൺ ഹെൽത്ത് പെരിയോ കണ്ടീഷൻസ് പെർഫെക്റ്റ് ആണെങ്കിൽ ഏത് പേഷ്യൻസിനും ബ്രേസസ് ഓർ അലൈനേഴ്സ് ഈസിയാണ്. അലൈനേഴ്സ് ഇടുന്ന ആളുകളുടെ പല്ലിൽ കേട് കൂടുതൽ വരും എന്ന് ഞാനൊരു സ്ഥലത്ത് വായിച്ചു, അങ്ങനെയുണ്ട്? ഒരിക്കലും ഇല്ല, ഇത് നേരെ ഓപ്പോസിറ്റാണ്. ബ്രേസസിൽ ഇടുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ലാസ്റ്റ് 2 days ബാക്ക് എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വന്നു, പുറത്തുനിന്ന് ഇവിടുന്ന് ബ്രേസസ് ചെയ്തതാണ്. ആ ടൈമിൽ എൻ്റെ എല്ലാ പല്ലും പോയി എന്ന് പറഞ്ഞു. ബാക്കിലുള്ള പല്ല് കംപ്ലീറ്റ് ആയിട്ട് ചീത്തയായി, റൂട്ട് കനാൽ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി, പല്ലെടുത്ത് കളയേണ്ട അവസ്ഥയിലെത്തി ക്ലിപ്പ് ഇട്ടിട്ട്. എന്താ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഈ ക്ലിപ്പിൻ്റെ ഇടയിൽ ഫുഡൊക്കെ കുടുങ്ങി നിന്ന് അതൊക്കെയാണ് മെയിൻ പ്രശ്നം ബ്രേസസിൻ്റെ. അലൈനേഴ്സും അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ, ഫുഡ് ലോഡ്ജ്മെൻറ്റ് എവിടെയും വരുന്നില്ലല്ലോ. നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുക, റിമൂവ് ചെയ്യുക, ഫുഡ് കഴിക്കുക, വാഷ് ചെയ്തിട്ട് തിരിച്ച് അലൈനേഴ്സ് പ്ലേസ് ചെയ്യുക. അതിലെവിടെ ഫുഡ് ലോഡ്ജ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, നല്ല കേട് വരുള്ളൂ. നേരെ തിരിച്ചാണ്. അതെ, യെസ്. അപ്പോൾ ഈ അതുപോലെ ബാഡ് ബ്രെത്തിൻ്റെ കാര്യം, ഇപ്പോൾ അലൈനേഴ്സ് ഇടുമ്പോൾ നമ്മളത് ഇട്ട് കഴിയുമ്പോൾ അതിനിടയിൽ ഡെഫിനറ്റ്ലി തുപ്പലിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാഡ് ബ്രെത്ത് നമ്മൾ പല്ല് തേച്ച് എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കൂടുതൽ വരും എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നുമില്ല. ഇത് ബാഡ് ബ്രെത്ത് എന്ന് പറഞ്ഞ കണ്ടീഷൻ ഞാൻ ഇതുവരെ ഒരു പേഷ്യൻറ്റിൽ ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഞാൻ കുറേ കേസസ് ചെയ്തതാണ്, ആരും ഇതുവരെ അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല. ഈ അലൈനേഴ്സ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു ഫോം ലിക്വിഡ്സ് ഒക്കെ കൊടുക്കും അലൈനേഴ്സ് ക്ലീൻ ചെയ്യാനുള്ളത്, അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്താണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരാനില്ല. അതുപോലെ ഈ അലൈനേഴ്സ് എപ്പോഴും നമ്മൾ ഈ തരുന്ന ആ ഒരു ഭംഗിയല്ലല്ലോ, അലൈനേഴ്സ് ഇട്ട് കുറച്ച് കഴിയുമ്പോഴത്തേന് അതിന് അവിടെ എവിടെയും കടിച്ച് ചവച്ച് അതുപോലെ അതിൻ്റെ ഷേപ്പൊക്കെ മാറുമല്ലോ. അപ്പം എപ്പോഴാണ് നമ്മൾ ശരിക്കും അറിയുന്നത് ഈ അലൈനർ മാറി അടുത്ത അലൈനറിലോട്ട് പോകാറായി എന്നുള്ളത്? എങ്ങനെയാണ് നമ്മൾ അലൈനേഴ്സിന് നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഫോക്കസ് ചെയ്യും. അതിൽ തന്നെ നമ്മൾ പ്ലാനിങ് ചെയ്യുക. ഓരോ ട്രേസും മേ ബി നമ്മളധികം ചെയ്യാറ് ഓരോ 10 days കൂടുന്നതിനെയാണ് ട്രേസ് ചേഞ്ച് ചെയ്യുക. ഈ 10 days കൊണ്ട് കാര്യമായിട്ട് അലൈനർ ട്രേസിൽ ഒരു ബുദ്ധിമുട്ടും വരാനില്ല, ലൈക്ക് ബ്രേക്കേജോ ഒന്നും അങ്ങനത്തെ ഒന്നും പ്രശ്നം വരാനില്ല. ഇഫ് അറ്റ് ഓൾ അതും വന്നതിനാൽ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് എമൻറ്റിൽ ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതിൽ വേണ്ടുന്ന ലൈക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു സ്കാനിങ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കാണിച്ചു കൊടുത്തതിനാൽ അതിൽ ആ റിസൾട്ടിൽ എത്തിക്കുന്ന വരെയുള്ള കാര്യങ്ങൾ വേറെ പേഷ്യൻസ് നോക്കണ്ടില്ല. കംപ്ലീറ്റ്ലി എമൻറ്റിൻ്റെ റിസ്ക്കാണത്. അത് എമൻറ്റ് പെർഫെക്റ്റ് ആക്കിയിട്ട് ചെയ്ത് കൊടുക്കും. അതാണ് എമൻറ്റിൻ്റെ ഗ്യാരണ്ടി. ഇതിപ്പം ഏത് പ്രായത്തിൽ ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉള്ളതാണ്. ഇപ്പോൾ ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് ബ്രേസസ് ഇടണമെന്ന് അറിയാമെങ്കിലും അന്ന് പറഞ്ഞു എല്ലാ പല്ലും പോയി കഴിഞ്ഞിട്ട് ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് ആകുമ്പോൾ ഇട്ടാൽ മതി ബ്രേസസ് എന്ന് പറഞ്ഞു. പക്ഷെ റീസെൻ്റ്ലി ഞാൻ 7 വയസ്സുള്ള ഒരു കുട്ടിയുടെ വായിൽ ഈ അലൈനർ ഞാൻ കണ്ടു. അപ്പോൾ 7 വയസ്സുള്ള കുട്ടിക്ക് പല്ല് പോയിട്ടില്ലല്ലോ. അപ്പോൾ ശരിക്കും ഈ ഐഡിയൽ ഏജ് അലൈനേഴ്സ് ഇടാനായിട്ട് ഏതാണ്? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 വയസ്സുള്ള കുട്ടി നിങ്ങളിപ്പോൾ പറഞ്ഞു, അതിപ്പോൾ നമ്മൾ ഗ്രോത്ത് മോഡിഫിക്കേഷൻസ് ലൈക്ക് നമ്മളെ എല്ലിൻ്റെ വളർച്ച കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യണമെങ്കിൽ ആണ് 7 to 11 years ഒരു 12 years വരെ നമ്മൾ ഗ്രോത്ത് മോഡിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ചെയ്യുക. ഡെൻ്റൽ കറക്ഷൻസ് പെർഫെക്റ്റ് ആയിട്ട് ഒരു 12 years തുടങ്ങിയിട്ടാണ് ചെയ്യുന്നത്.
12 years തുടങ്ങിയിട്ടാണ് സ്റ്റാർട്ടിങ് പെർഫെക്റ്റ് ആയിട്ട് അലൈനേഴ്സിൻ്റെ കറക്ഷനൊക്കെ വരുന്നത്. സ്റ്റിൽ 7 to 12 ഇയേഴ്സിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് ബോണിൻ്റെ ചില കുട്ടികൾക്ക് ഈ താടീൻ്റെ വളർച്ച കുറച്ച് കൂടുതലായിരിക്കും, ഈ താടി കുറച്ച് ബാക്കോട്ടേക്ക് ആയിരിക്കും. അതൊക്കെ നമുക്ക് അഡ്വാൻസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് 7 ഇയേഴ്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈ അലൈനേഴ്സ് ചില സർജറീസിന് വരെ മാറ്റാം അലൈനേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ എന്ന് പറയുന്നത് ശരിയാണോ? ചില സർജറീസ് ഒട്ടുമിക്ക കുറേ കേസസ് നമ്മൾ വിത്തൗട്ട് സർജറി തന്നെ നമുക്ക് അലൈനേഴ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സ്റ്റിൽ ഒരു പെർസെൻറ്റേജ് ആണെങ്കിൽ മേ ബി വിത്ത് സർജറി ആവശ്യം ഉണ്ടാവും. അത്രയും കോംപ്ലിക്കേറ്റഡ് കേസ് ആണെങ്കിൽ, ഭയങ്കര സിവിയർ കേസസ് ആണെങ്കിൽ മേ ബി സർജറി അസിസ്റ്റഡ് അലൈനേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം വൺസ് അലൈനർ ഇട്ടു, നമ്മുടെ പല്ല് താന്നു, അത് ഫോർ എവർ ആണോ? അതായത് അലൈനേഴ്സ് ഇട്ടു, ഇതിനെ താത്തി, നമ്മൾ ഹാപ്പിയായി, പിന്നെ നമ്മൾ ആ ചിരി എന്ന് കണ്ണാടി നോക്കി കാണുന്നു, പിന്നീട് ഞാൻ എൻ്റെ പല്ലിനെ മറക്കാവോ? അലൈനേഴ്സിനെ എനിക്ക് എന്നേക്കുമായി ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഒഴിവാക്കാവോ? ടാറ്റ ബൈ ബൈ പറയാം, പക്ഷെ അതിന് ശേഷം നിങ്ങൾ ഫിക്സഡ് ആയിട്ടൊരു റീറ്റെയിനർ എന്ന് പറയും. നമ്മളിപ്പം സാധാരണ ക്ലിപ്പോ അലൈനേഴ്സോ എന്ത് യൂസ് ചെയ്താൽ ഒരു സിംഗിൾ കമ്പി സജസ്റ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പല്ലിൻ്റെ ഉൾഭാഗത്ത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു റീറ്റെയിനർ നമ്മൾ കൊടുക്കാറുണ്ട് എല്ലാ പേഷ്യൻസിനും. അത് മസ്റ്റാണ്. നമ്മളൊരു 1 year 1.5 years നിർബന്ധമായിട്ട് അത് വെക്കണം എന്ന് പറയും. അതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പൊസിഷനിലുള്ള പല്ല് നമ്മൾ ഇപ്പുറത്തേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റും ബോണ് ഡെപ്പോസിറ്റ് ചെയ്യണം. ആ ബോണ് ഡെപ്പോസിറ്റ് ചെയ്യാൻ മിനിമം ഒരു 6 to 8 months ടൈം എടുക്കും. ആ ടൈം പീരീഡിൽ പെർഫെക്റ്റ് ആയിട്ട് ആ റീറ്റെയിനർ അവിടെ ഇല്ലെങ്കിൽ പല്ല് വീണ്ടും പഴയ പൊസിഷനിലേക്ക് ഓടിപ്പോകും. അയ്യോ, അപ്പോൾ അത് ഇടാണ്ടിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വളരെ നിർബന്ധമാണ്. അത് നിങ്ങൾ അലൈനേഴ്സോ ബ്രേസസോ എന്ത് ചെയ്ത് കഴിഞ്ഞാലും മസ്റ്റാണ് ആ സംഭവം. അപ്പോൾ അതാണ് ചിലരുടെയൊക്കെ ഈ ഇത് കഴിഞ്ഞിട്ട് ഒരു 1-2 years ഒക്കെ കഴിയുമ്പോൾ പല്ലിനിടയിൽ ചെറിയ ഗ്യാപ്പ് ഒക്കെ കണ്ടു തുടങ്ങിയത്. യെസ് അത് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ അത് യൂസ് ചെയ്യാത്തതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അതാ ഒരു 1.5 വർഷം കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ടാറ്റ ബൈ ബൈ പറയാമോ? ഷുവർ. പിന്നെ അത് ഇടേണ്ട കാര്യമേ ഇല്ല. ആവശ്യമില്ല. ഓ ഓക്കെ. അപ്പോൾ അലൈനേഴ്സിന് അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. ഇനി ബ്രേസസ് ഇടുവാണെങ്കിൽ, ഇപ്പോൾ ബ്രേസസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലിനുണ്ടാവുന്ന ബലക്കുറവും അലൈനേഴ്സ് ഇടുമ്പോൾ ഉണ്ടാവുന്ന ബലക്കുറവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നതിൽ കാര്യം ഒരിക്കലും ഇല്ല. ഇത് ബ്രേസസിൽ നമ്മൾ മാനുവലി ഓരോ മാസം വന്ന് ടൈറ്റ് ചെയ്യാണ്. ഈ അലൈനേഴ്സിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ് ചെയ്യുന്ന സമയം സ്പെസിഫിക്കലി പറഞ്ഞാൽ ഒരു 0.25 mm മാക്സിമം മൂവ്മെൻറ്റ് വരെ നമ്മൾ ഒരു ട്രേയിൽ കൊടുക്കുള്ളൂ. ആ മൂവ്മെൻറ്റ് തന്നെയായിരിക്കും നമ്മൾ സാധാരണ ബ്രേസസിലായാലും മാനുവലി ആയിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ. സെയിം തിങ് ബ്രേസസ് ഓർ അലൈനേഴ്സ് വാട്ട് എവർ ഇറ്റ് ഇസ് സെയിം, ഒരു വ്യത്യാസവും ഇല്ല. മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നതിലോ നിങ്ങളെ പല്ലിന് ബലക്കുറവ് വരുന്ന ഒന്നും അങ്ങനത്തെ ഒരു കാര്യങ്ങളേ ഇല്ല. ഇപ്പോൾ ചില പേരൻസ് വളരെ നേരത്തെ കണ്ടുപിടിക്കും ഇത്ര ഇതിന് ബ്രേസസ് ഇടണം എന്നൊക്കെ. അപ്പോൾ എനിക്ക് കോളേജിലെത്തിയപ്പോൾ ബ്രേസസ് ഇട്ട ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട്, ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് ബ്രേസസ് ഇടുന്നത്. ആ സമയം വരെ അത് ഇട്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ പല പല ഏജിൽ ബ്രേസസ് ഇടുമല്ലോ. അപ്പോൾ ഐഡിയൽ ഏജ് ഫോർ ബ്രേസസ്, ഈ അലൈനേഴ്സ് ഇടാൻ, ബ്രേസസിന് നമുക്ക് മാറ്റി നിർത്താം, അലൈനേഴ്സാണ് സുഖം. ഐഡിയൽ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല്ല് മൂവ്മെൻറ്റ്സ് ചെയ്യാൻ ഏത് ഏജിൽ ഓക്കെയാണ്. നമുക്ക് ഏത് ഏജ് വരെയുള്ള ആൾക്കാർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. സ്റ്റിൽ നമ്മളെ പെരിയോ കണ്ടീഷൻ, മോണേൻ്റെ ഹെൽത്ത്, ബോൺ ക്വാളിറ്റി അത് നോക്കിയിട്ട് ഏത് ഏജിലും നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഐഡിയൽ ഏജ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 12 years സ്റ്റാർട്ട് ചെയ്യണം, അത്രയും നല്ലത്. ഓക്കെ, സ്റ്റിൽ നമുക്കൊരു 30 years 40 years 50 years ഏത് ഏജ് ആയാലും നമുക്ക് പ്രശ്നമില്ല. സ്റ്റിൽ അതിൻ്റെ കണ്ടീഷൻ ബോൺ ഹെൽത്ത് പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പോൾ നിങ്ങളുടെ ക്ലിനിക്കിൽ വരുമ്പോൾ അതിൽ അമെൻഡിൽ ഏറ്റവും പ്രായമുള്ള ഒരു പേഷ്യൻ്റ് ആരാ? ഏത് പ്രായമുള്ള ഒരാളാണ് അലൈനർ? നമ്മൾ അപ് ടു ഒരു 60 years 63 yearsലുള്ള ആൾക്കാർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അവരുടെ ബോൺ ഹെൽത്ത് പെർഫെക്റ്റ് ആണ്. മൈൽഡ് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ. അപ്പോൾ അലൈനേഴ്സിന് അങ്ങനെ ഇന്ന് നാളെ ഒന്നുമില്ല. അപ്പോൾ പ്രായം കഴിയും തോറും അലൈനേഴ്സ് പ്രവർത്തിക്കാനായിട്ട് ടൈം കൂടുതൽ എടുക്കുവാണോ അതോ കുറവെടുക്കുവാണോ അതോ സെയിം തന്നെയാണ്? സെയിം, അങ്ങനത്തെ വേറെ ഓൾട്രേഷൻസ് ഒന്നുമില്ല, എല്ലാം സെയിം ആണ്. പക്ഷെ നമ്മളിപ്പോൾ ഈ പല്ല് നമ്മൾ പ്രായമാകും തോറും പല്ലിന് കേട് വരികയാണല്ലോ, പല പല പ്രശ്നങ്ങൾ വരികയാണല്ലോ. അപ്പോൾ പ്രായമാവുന്നവർ അലൈനേഴ്സ് ഇട്ട് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? നോർമൽ നമ്മളെല്ലാവരും എന്തൊക്കെയാണ് ചെയ്യുന്നത്, ബേസിക്കായിട്ട് എല്ലാവരും അലൈനേഴ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത് അതേപോലെ ഫോളോ ചെയ്താൽ മതി. അതിന് വേറെ അഡീഷണൽ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നുമില്ല. എന്തൊക്കെയാണ് അലൈനർ ഇട്ട ഒരാളെ ശ്രദ്ധിക്കേണ്ടത്? അലൈനേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, മെയിൻ തിങ് ഭക്ഷണം കഴിക്കുന്ന സമയം, ബ്രഷ് ചെയ്യുന്ന സമയം മാത്രം ഒന്ന് ഊരി വെക്കുക. എന്നിട്ട് അതിനുശേഷം ഫുൾ ടൈം യൂസ് ചെയ്യുക. വേറെ ഒന്നുമില്ല. മിനിമം 20 hours നിർബന്ധമാണ് യൂസ് ചെയ്യുക. വേറെ ഒരു കണ്ടീഷൻസ് അതിലില്ല. അതിടുക. അതെ. ഇനി ഫുഡ്, അതായത് ഇപ്പം ബ്രേസസ് ഇടുമ്പോൾ നമുക്കറിയാലോ, ഇറച്ചിയൊക്കെ കാണുമ്പോൾ നമ്മൾ കൊതിയോടുകൂടി നോക്കി നിൽക്കും, അല്ലാണ്ട് അത് കഴിച്ചതിൻ്റെ ഇടയിൽ കയറിപ്പോയാലോ ആ വേദന പേടിച്ചിട്ട് നമ്മളത് കഴിക്കത്തില്ല. അതുപോലെ ഇപ്പം നമ്മൾ ചില ഡ്രിങ്ക്സ് ഒക്കെ ആണെങ്കിലും പറയും ചെയ്യരുത്, അത് കുടിക്കരുതെന്ന് പറയും. അപ്പം അലൈനേഴ്സ് ഇടുമ്പോൾ നമ്മൾ ഭക്ഷണം ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്തെങ്കിലുമൊക്കെ? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഫുഡ് നിങ്ങൾക്ക് കഴിക്കാം, ഏത് ടൈപ്പ് ഡ്രിങ്ക്സും നിങ്ങൾക്ക് കുടിക്കാം. പക്ഷേ ഇതൊന്ന് റിമൂവ് ചെയ്ത് വെക്കുക, എന്നിട്ട് കുടിക്കുക, വാഷ് ചെയ്യുക, തിരിച്ച് പ്ലേസ് ചെയ്യുക അലൈനേഴ്സ്. പക്ഷെ നമ്മളിപ്പോൾ ബ്രേസസ് ഇടുവാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കാപ്പി കുടിക്കുന്നു,
നമ്മൾ ചായ കുടിക്കുന്നു, നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് എടുക്കുന്നു, ഇതെല്ലാം ബ്രേസസ് ഇടുമ്പോൾ ബ്രേസസ് അവിടെ ഇരിക്കുകയാണല്ലോ, അവനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ അലൈനേഴ്സ് ഇട്ടുകൊണ്ട് നമ്മൾ ചൂടുള്ള സാധനങ്ങൾ കുടിക്കാൻ പാടില്ല, അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കാൻ അത് പാടില്ല. ആക്ച്വലി അതിൻ്റെ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ സ്റ്റെയിൻസ് വരും. പിന്നെ നിങ്ങൾ ഇട്ടത് കംപ്ലീറ്റ്ലി ഇൻവിസിബിൾ തിങ് ആണ്. അതിൻ്റെ മേലെ ഒരു സ്റ്റെയിൻ വന്നു കഴിഞ്ഞാൽ കാണാൻ ഭംഗിയുണ്ടാവില്ല. അതുകൊണ്ട് മാത്രമാണ് അത് റിമൂവ് ചെയ്ത് വെക്കാൻ വേണ്ടി പറയുന്നത്. സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുമ്പം അതിൻ്റെ മേലെ സ്റ്റെയിൻസ് വന്ന് കുറച്ച് വൃത്തിയിടാവും. അതുകൊണ്ട് റിമൂവ് ചെയ്ത് വെക്കുക, എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന കുടിച്ചോളൂ. ഓക്കെ. ഈ അലൈനേഴ്സിന് കുറച്ച് കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് നിറം മാറ്റം വരുന്നത്? അതെ, അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. നമ്മൾ തന്നെ എമൻറ്റിൻ്റെ ഫോം ലിക്വിഡ്സ് ഉണ്ട്. അപ്പം അത് പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരാനില്ല. നിങ്ങളിപ്പോൾ ഏത് സാധനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പറായിട്ട് മെയിൻ്റെനൻസ് നിങ്ങൾ ചെയ്യുക. നിങ്ങളിപ്പോൾ ഒരു ഡ്രസ്സ് ഇടുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് അയൺ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യും. അതേപോലെ തന്നെ അലൈനേഴ്സ് യൂസ് ചെയ്യുന്ന സമയം ഒന്ന് പ്രോപ്പറായിട്ട് ഫോം ലിക്വിഡ് വെച്ച് വാഷ് ചെയ്യുക, എന്നിട്ട് പ്ലേസ് ചെയ്യുക. അത്രയേ ഉള്ളൂ.